ഈ ലോകത്തിലെ ഡെഡ്ലിയസ്റ്റ് ആനിമൽ എന്നാണ് ഗാർഡിയൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത കൊടുത്തപ്പോൾ കൊതുകിനെ പറ്റി പറയുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യരെ ഏറ്റവും കൂടുതൽ കൊന്ന മനുഷ്യേതര ജീവി പിന്നെ ആനയോ പോത്തോ കടുവയോ ഒന്നുമല്ല, ഈ കൊതുകാണ്. അപ്പോൾ കൊതുകാണ് ലോകത്തിലെ ഏറ്റവും ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള ആനിമൽ. അപ്പോൾ ഇതിനെ സംഹരിക്കാൻ, ഇതിനെ നീക്കം ചെയ്യാനുള്ള മാർഗ്ഗങ്ങളൊന്നും കണ്ടെത്തിയിട്ട് ഇതിനകത്ത് ഒരു പ്രശ്നമുള്ളത്, അതെവിടെയും കണ്ടില്ല, പക്ഷേ എന്നാലും ഒരു പ്രശ്നമുള്ളത്, ഇത്തരത്തിൽ നമ്മൾ ഈ പ്രകൃതിക്ക് ബാഹ്യമായിട്ടുള്ള വിധത്തിൽ ചെയ്ത കാര്യങ്ങൾ ചിലപ്പോഴൊക്കെ തിരിച്ചടിച്ച ചരിത്രമുണ്ട്. ഇപ്പോൾ ചില കുരുവികളുടെ കാര്യം പറയില്ല, ചില കാര്യങ്ങളെ പ്രത്യേകമായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കുരുവികളെ വളർത്തി അവസാനം കുരുവികൾ തന്നെയും വലിയ കുഴപ്പത്തിലേക്ക് കൊണ്ടുപോയ ചരിത്രമൊക്കെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. അപ്പോൾ അങ്ങനെ ഇത്തരം കാര്യങ്ങൾ അതിനുള്ള പഠനമൊക്കെ നടന്നിട്ടുണ്ടാകും കേട്ടോ. അതായത് അത്തരം കാര്യങ്ങളെല്ലാം പഠിച്ച് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇത് ഒരുപാട് ഘട്ടങ്ങൾ നടന്നിട്ടാണല്ലോ. പക്ഷേ എന്നാലും ഈ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ പഠനങ്ങൾ നടത്തിയിട്ട് കൃത്യമായിരിക്കും കാര്യങ്ങളെന്ന് കണക്കാക്കിയിട്ട് ഈ തുറന്നു വിടുന്ന സംഗതികൾ നമ്മൾ വിചാരിക്കാത്ത ഫലം ഉണ്ടാക്കാവുന്ന സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഇതെങ്ങനെ പോകും എന്ന കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ധാരണയോടെ താരതമ്യേന റിസ്ക് എലമെന്റ് കുറഞ്ഞ പരീക്ഷണം കൊതുകിന്റെ കാര്യത്തിൽ ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നാനുള്ളൊരു കാരണം, ഒന്ന് ആൺകൊതുകുകളെ മാത്രമാണ് പുറത്തേക്ക് വിടുന്നത്. ഇവർ നമ്മളെ വന്ന് കടിക്കുന്നില്ല, പെൺകൊതുകുകളാണ് നമ്മളെ കടിക്കുന്നത്. ഇത് ഇണചേർന്നുണ്ടാവുന്ന മുട്ടകൾ വിരിയുന്നില്ല, അപ്പോൾ അത് ഇല്ലാതെ പോവുകയാണ്.